വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്തിനടുത്തായി ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 4 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 3 സെന്റ് 850 ലിങ്സ് സ്ഥലത്ത് 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി 4 BHK നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു വീട്. അതും ബസ് റൂട്ടിന് വളരെ അടുത്താണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. കോമ്പിനേഷൻ എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ എലിവേഷന് ഭംഗി നൽകാനായി ബ്രിക്ക് ഡിസൈനുള്ള ക്ലാഡിംഗ് ടൈലും 2-way ലൈറ്റ് സ്പോട്ട് ലൈറ്റുമൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3.3 മീറ്റർ കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാൾ വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. 4.3 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റിൻ്റെ പില്ലറുകളിൽ ലൈറ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 14 അടിയിലേറെ നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ കാർ പാർക്കിംഗ് ഗേറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പവർ പോയിന്റ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 10 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ട് കിണർ നൽകിയിട്ടുണ്ട്. കിണർ കൂടാതെ KW വാട്ടർ കണക്ഷനും ഉണ്ട്. ഈ ഒരു സൈഡിലൊക്കെ തന്നെ പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് മനോഹരമായി ഗാർഡൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം സ്പേസ് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ഒരു ഗാർഡനൊക്കെ ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് വർക്ക് ഏരിയയാണ്. ഇവിടെയായിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. കൂടാതെ അലക്കുകല്ലും ടാപ്പും കൂടാതെ വേസ്റ്റ് ഡ്രൈ ചെയ്യാനായിട്ട് ഒരു ബിന്നും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെ മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് വർക്ക് ഏരിയയാണ്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 5.5 അടി നീളവും 3 അടി വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. സിറ്റ് ഔട്ടിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറിൽ സിൽവർ കളർ സ്ട്രിപ്പും ഗ്ലാസും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 13 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിലേക്ക് വ്യൂ വരുന്ന രീതിയിൽ ഒരു കോർണർ സെറ്റ് തന്നെ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. ഒരു കോഫി ടേബിളിനുള്ള സ്പേസും വരുന്നുണ്ട്. TV യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചറിലാണ് TV യൂണിറ്റ് വന്നിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ഇത് DB യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസിലേക്ക് വ്യൂ വരുന്ന രീതിയിൽ ഒരു ചെറിയ പാനലിംഗ് വർക്കും വരുന്നുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും അതുപോലെ സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടിയാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. 11 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ടൈലും അതുപോലെ മുകൾ ഭാഗത്ത് പാനലിങ്ങുമാണ് വന്നിരിക്കുന്നത്. ഇവിടെയെല്ലാം തന്നെ മൾട്ടി വുഡിൽ ചെയ്ത പാർട്ടീഷനും കാണാം. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടിയാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്.
ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും GMൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വന്നിരിക്കുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിൽ മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 9 അടി നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും വിൻഡോകൾ നൽകിയിട്ടുണ്ട്. നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് തന്നെയാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷനും വന്നിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ ഇലക്ട്രിക് ചിമ്മിനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. താഴെയും മുകളിലുമായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെ വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് കിച്ചണിലും ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ വരുന്നത്. 13.5 അടിയോളം നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. 2 സൈഡിൽ മെറ്റൽ ഡോറാണ് നൽകിയിരിക്കുന്നത്. താഴത്തെ പോർഷൻ മെറ്റൽ ഷീറ്റും മുകളിലായിട്ട് മെഷുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടെല്ലാം തന്നെ മെഷ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം കാറ്റും വെളിച്ചവും നമുക്ക് ഈ ഒരു വർക്ക് ഏരിയയിലേക്ക് ലഭിക്കുന്നുണ്ട്. വർക്ക് ഏരിയയുടെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സിംബോളോയുടെയാണ് വാഷ് കൗണ്ടർ. വാട്ടർ ക്ലോസറ്റ് വന്നിരിക്കുന്നത് സെറയുടെയും. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂം നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റോടും കൂടിയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. കൂടാതെ സെറയുടെ വാട്ടർ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിനും ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട്, സ്റ്റെയർ ക്ലോക്ക് വൈസ് ഡയറക്ഷനുമാണ് വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ 2 ഫ്ലൈറ്റിനോടും ചേർന്ന് തന്നെ ഡക്ക സ്പേസ് നൽകിയിട്ടുണ്ട്. കൂടാതെ മനോഹരമായ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 21 അടിയോളം നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ട് മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡക്ക സ്പേസും ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. അപ്പർ ലിവിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ നോർത്തിലേക്ക് 2 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വെസ്റ്റിലേക്കും ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് കോമൺ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. കൂടാതെ വെസ്റ്റിലേക്കും സൗത്തിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിന് സെറയുടെ വാട്ടർ ക്ലോസറ്റും സോമനയുടെ ഡൈവേർട്ടറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വാഷ് കൗണ്ടറും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഹീറ്ററിനുള്ള പോയിന്റും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയോളം നീളവും 12 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. മുകളിലത്തെ 2 ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയ ബെഡ്റൂംസ് തന്നെയാണ്. സൗത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സിംബോളോയുടെയാണ് വാഷ് കൗണ്ടർ. വാട്ടർ ക്ലോസറ്റ് വന്നിരിക്കുന്നത് സെറയുടെയും. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 8.5 അടി നീളവും 6.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇനി ഒരു ഡോർ കൂടി വരാനായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 10 അടി നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു പില്ലറും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബാൽക്കണിയും ഇവിടെ വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 10 മീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 7 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 16 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 3 സെന്റ് 850 ലിങ്സ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.